മില്ലറ്റ് വെച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും കൊഴുക്കട്ട ഉണ്ടാക്കിയിട്ടുണ്ടോ? അപ്പൊ അങ്ങനെ ഒരു പരീക്ഷണമാണ് ഞാൻ ഇന്ന് ചെയ്തത് കേട്ടോ. ഈ മില്ലറ്റിന്റെ മാവ് നമുക്ക് ഓൺലൈനൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു മില്ലറ്റിന്റെ ഒരു ഫ്ലോർ ബിഗ് ബാസ്ക്കറ്റ് വഴി ഞാൻ വാങ്ങിയായിരുന്നേ. ഓർഗാനിക് അവരുടെ തന്നെ പ്രോഡക്റ്റ് ആണ്. അപ്പൊ അതിനകത്ത് നമ്മുടെ കൊഴുക്കട്ടയുടെ സാധാരണ സ്റ്റഫിങ് തേങ്ങ, ശർക്കര, ഏലക്ക, ഞാൻ കുറച്ച് പഴവും കൂടെ ആഡ് ചെയ്തു. എനിക്ക് ആ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട്. പാളയംതോടൻ പഴമാണേ. എന്നിട്ട് ഇതിങ്ങനെ നമ്മൾ സാധാരണ കൊഴുക്കട്ട വേവിച്ചെടുക്കുന്ന പോലെ വേവിച്ചെടുത്തു. അപ്പൊ നമ്മുടെ ആ സാധാ കൊഴുക്കട്ടയുടെ കൺസിസ്റ്റൻസി അല്ലേ, ഇത് പെട്ടെന്ന് പൊടിഞ്ഞു പോകും കേട്ടോ. അപ്പൊ എന്തായാലും ടേസ്റ്റ് ഒക്കെ ഉണ്ട്, കുഴപ്പമില്ല. നമ്മൾ സാധാരണ കൊഴുക്കട്ടയുടെ ആ ഒരു ടേസ്റ്റ് ഒന്നും അല്ല, ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അപ്പൊ എന്റെ മോൾക്ക് പൊതുവേ കൊഴുക്കട്ട ഭയങ്കര ഇഷ്ടമാണ്, അപ്പൊ അവൾക്കും കൊടുത്തു. അപ്പൊ അവൾക്കും അതിന്റെ ടേസ്റ്റ് ഒക്കെ ഇഷ്ടമായി കേട്ടോ. അപ്പൊ അവളും ഒരു 2 കൊഴുക്കട്ടയൊക്കെ വാങ്ങി കഴിച്ചായിരുന്നു. അപ്പൊ ഈ മില്ലറ്റ് കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കാൻ കാര്യം, ഞാനൊരു ആയുർവേദിക് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് പഥ്യം നോക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ടുള്ള വെജിറ്റേറിയൻ ഐറ്റംസ് ഒക്കെ കണ്ടുപിടിച്ച് ഉണ്ടാക്കി കഴിക്കും കേട്ടോ. അപ്പൊ ആ മധുരത്തിന്റെ എഫക്റ്റ് ഒക്കെ മാറാനായിട്ട് കുറച്ചൊരു ഇഞ്ചിക്കറിയും കൂടെ കഴിച്ച് അവസാനിപ്പിച്ചിട്ടുണ്ട്.